റഷ്യ വളർത്തിയെടുത്ത ഒറേഷ്നിക് എന്ന മാരകായുധത്തിന്റെ വായിൽ ചെന്ന് ചാടിക്കൊടുക്കാൻ തന്നെ ബ്രിട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്കും ബ്രിട്ടന്റെ വിധി മാറ്റി എഴുതാൻ കഴിയില്ല. പക്ഷേ പുടിന്റെ മഹാസേനയോട് പൊരുതാൻ തക്ക ശക്തി പഴയ പ്രതാപത്തിൽ ഇന്നും കഴിയുന്ന ബ്രിട്ടനുണ്ടോ? നിങ്ങൾ പറയൂ, ഇവർ ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇതാ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അലയൊലികൾ യൂറോപ്പിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. 3 വർഷമായി യൂറോപ്പിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് UK-യും ചുവടുറപ്പിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അമേരിക്കയിൽ നിന്നും ന്യൂക്ലിയർ ആയുധം വയ്ക്കാൻ തക്ക മിസൈലുകൾ വാങ്ങി റഷ്യയെ തകർക്കാനുള്ള UK-യുടെ പദ്ധതികൾ ഒറേഷ്നിക് എന്ന പുടിന്റെ ബ്രഹ്മാസ്ത്രത്തെ വെച്ച് തടയുമെന്നാണ് അറിയുന്നത്. 1947 നമ്മുടെ ഇന്ത്യ 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നത്. എന്നാൽ അതിനുശേഷമുള്ള ചരിത്രത്തിൽ ഒന്നും തന്നെ ബ്രിട്ടീഷുകാർ ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കുകയോ യുദ്ധത്തിന്റെ ഭാഗമാവുകയോ ചെയ്തിട്ടില്ല എന്നത് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. 1982 സംഭവിച്ച ദ ഫോക്ലാൻഡ് വാറിൽ നാറ്റോ സഖ്യത്തിനൊപ്പം അണിനിരന്നതല്ലാതെ ഒരു യുദ്ധത്തിന്റെയും ഭാഗമാകാൻ ബ്രിട്ടൻ തയ്യാറായിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മുഴുവനും. UK-യുടെ പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ തങ്ങളുടെ യുദ്ധത്തിന് സജ്ജമാണെന്ന് അറിയിച്ചു കഴിഞ്ഞു. ബ്രിട്ടന്റെ നട്ടെല്ല് എന്ന് പറയാവുന്ന കമ്പനികളോടാണ് ആദ്യമായി യുദ്ധത്തിന് തയ്യാറായിരിക്കണമെന്ന മുന്നറിയിപ്പ് ബ്രിട്ടൻ നടത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഒന്ന് നോക്കാം. ടെലഗ്രാഫിലെ ഈ റിപ്പോർട്ട് പ്രകാരം ബ്രിട്ടനിലെ വലിയ കമ്പനികൾ മൂന്നാം ലോക മഹായുദ്ധത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് UK റഷ്യയോട് പൊരുതുകയാണെങ്കിൽ UK-യെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ റഷ്യക്കെതിരെ ആയുധമെടുക്കേണ്ട അവസ്ഥയിലെത്തിക്കഴിയും. ഇത് പിന്നീട് യൂറോപ്യൻ യുദ്ധമായി പരിണമിക്കുമെന്നും ഈ പശ്ചാത്തലത്തിൽ അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ എടുക്കണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. UK-യുടെ എല്ലാ കമ്പനികളും ഇത്രനാളും എങ്ങനെയാണോ ബിസിനസ് നടത്തിയത് അതിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവന്ന് യുദ്ധകാലടിസ്ഥാന എങ്ങനെ സാമ്പത്തിക മേഖല തകരാതെ നോക്കാമെന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. UK ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിടുകയാണ് എന്നാണ് UK പ്രധാനമന്ത്രി സ്റ്റാമറും പറയുന്നത്. അതെന്താണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അത് മറ്റൊന്നുമല്ല, റഷ്യ എന്ന വലിയ ശക്തിയാണ്. UK-യുടെ F-35 ഫൈറ്റർ ജെറ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ ന്യൂക്ലിയർ ജെറ്റ് ആവുകയാണ്. അതായത് ബ്രിട്ടന്റെ ഫൈറ്റർ ജെറ്റിൽ ഇനി ന്യൂക്ലിയർ വെപ്പണും സൂക്ഷിക്കാനാകും. ഇത് റഷ്യക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. തന്ത്രപരമായ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ബ്രിട്ടൻ സജീവമായി ചർച്ചകൾ നടത്തി വരികയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശീതയുദ്ധ കാലഘട്ടത്തിന് ശേഷമുള്ള UK-യുടെ ഏറ്റവും വലിയ പ്രതിരോധ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം കൂടുതൽ അപകടകരമായ ഒരു ആണവ യുഗത്തിലേക്ക് പ്രവേശിച്ചു എന്നതിന്റെ അംഗീകാരമായി സർ കെയർ സ്റ്റാമറുടെ സർക്കാർ ഈ നീക്കം പിന്തുടരുന്നുവെന്ന് കരുതപ്പെടുന്നു. വ്ളാഡിമിർ പുടിന്റെ റഷ്യ ഉയർത്തുന്ന വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ ചെറുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബ്രിട്ടന്റെ ഈ നീക്കങ്ങൾ. പരമ്പരാഗത ആണവായുധങ്ങളെക്കാൾ കുറഞ്ഞ ശക്തിയുള്ള ഗ്രാവിറ്റി ബോംബുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും സായുധ സേനാ മേധാവി അഡ്മിറൽ സർ ടോണി റഡാഗിനും ശ്രമിക്കുന്നതായി പറയപ്പെടുന്നു. എന്നാൽ എന്തുണ്ടായാലും ന്യൂക്ലിയർ ആയുധം എടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച റഷ്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു വഴികൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇവിടെ പോംവഴിയുള്ളത്. റഷ്യയുടെ മാരകമായ മിസൈലാണ് ഓർഷനിക്. ഇത് ഉപയോഗിച്ചാൽ, അതായത് നിലവിൽ ഉക്രൈനുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ റഷ്യ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ മാനുഷിക ദുരന്തത്തിന് അത് സാക്ഷ്യം വഹിക്കും. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള മിസൈലാണ്. റഷ്യൻ മിലിറ്ററി ഈ മാരകായുധം പലതവണ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ആയുധത്തിന് റഷ്യ നൽകുന്ന വാക്യം എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ മീ ഓൺലി സൈലൻസ് എന്നാണ്. അതായത് എനിക്ക് ശേഷം നിശബ്ദത മാത്രം എന്നാണ് ഈ ആയുധത്തിന് റഷ്യ നൽകിയ വാക്കുകൾ. ഒരിക്കൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സർവനാശം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ വാചകം ലോകത്തോട് പറയുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള അമേരിക്കയുടെ എയർക്രാഫ്റ്റ്, അതായത് 5000-ലധികം ആളുകളുള്ള നിരവധി മിസൈലുകളുള്ള ഒരു എയർക്രാഫ്റ്റിനെ, അതും അമേരിക്കൻ എയർക്രാഫ്റ്റിനെ തകർക്കാൻ നിമിഷങ്ങൾ മാത്രം മതി ഈ മാരകായുധത്തിന്. അത്രത്തോളം വിനാശകരമാണ് റഷ്യ രാക്ഷസൻ എന്ന് വിളിക്കുന്ന ഓർഷനിക്. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ ഓർഷനിക് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയതും അതിന്റെ വിനാശകരമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ്. ഹേസൽ നട്ട് മരച്ചെടി എന്നർത്ഥം വരുന്ന ഈ മിസൈൽ അതിന്റെ അത്യാധുനിക
സാങ്കേതിക വിദ്യയും തീവ്രമായ പ്രഹരശേഷി കൊണ്ടും ആഗോള സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ മാറ്റി രചിച്ചിട്ടുണ്ട്. 2024 നവംബറിൽ റഷ്യ ആദ്യമായി ഒറഷ്നിക് മിസൈൽ ഉക്രൈനിലെ ഡിനിപ്രോയിൽ ഒരു പ്രതിരോധ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആക്രമണം റഷ്യയുടെ സാങ്കേതിക ശേഷിയും അതിന്റെ സൈനിക ശക്തിയും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്ന ഒരു പ്രദർശനം മാത്രമായിരുന്നു. ഈ ആയുധമെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ തവിട് പൊടിയാകുമെന്ന് മറ്റാരേക്കാളും അറിയുന്നത് റഷ്യക്ക് തന്നെയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധത്തിലേക്ക്, അതായത് കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന യുദ്ധത്തിലേക്ക് UK പങ്കെടുക്കുന്നു എന്ന ഊഹാപോഹങ്ങളും വാർത്തകളും വരുന്നത്. ഇതിന്റെ ഭാഗമായി UK രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് ഉയർത്തുകയും ചെയ്തു. പല ശതകോടീശ്വരന്മാരും UK വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് എന്ന ഘട്ടത്തിൽ വരെ കാര്യങ്ങളെത്തി. ടാക്സ് വർദ്ധിക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞതോടെയാണ് പലരും രാജ്യം വിടാൻ ഒരുങ്ങിയത്. യുണൈറ്റഡ് കിങ്ഡം ശരിക്കും വലിയ ശക്തി തന്നെയാണ്. US-ന്റെ പിന്തുണയും അതുപോലെ ന്യൂക്ലിയർ ശക്തിയുമുള്ള രാജ്യവുമാണ്. എന്നാൽ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, മഹാരാജ്യമായ റഷ്യയോട് പൊരുതാൻ തക്ക സൈനിക ബലം UK-യുടെ കൈവശമുണ്ടോ എന്ന ചോദ്യമാണ്. ഇവരുടെ ആർമിയിലെ സൈനികരുടെ എണ്ണം നോക്കുമ്പോഴാണ് റഷ്യൻ മിലിറ്ററിയോട് പൊരുതാൻ ഇവർക്ക് എങ്ങനെ കഴിയുമെന്ന ചോദ്യം ഉയർന്നു വരിക. നെപ്പോളിയൻ കാലഘട്ടത്തിലെ യുദ്ധത്തിൽ പോലും ഇവർക്ക് അംഗബലം കുറവായിരുന്നു. UK ആർമിയുടെ വലുപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ UK-യിലെ നിലവിലെ സൈനികരെ മാത്രം വെച്ച് യുദ്ധത്തിന് അവർ തയ്യാറെടുക്കില്ല. അവരുടെ കൂടെ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ അണിനിരക്കുമായിരിക്കും. എന്നാൽ അവിടെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകം തന്നെയാണ്. നിലവിൽ റഷ്യയോട് ഒരു യുദ്ധത്തിനുള്ള കെൽപ്പൊന്നും തന്നെ അമേരിക്കയ്ക്കില്ല. അമേരിക്ക സൈന്യത്തെ വിട്ടുകൊടുക്കാത്ത അവസ്ഥയാണെങ്കിൽ UK-യുടെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടാകില്ല. നേരെ ജനങ്ങളെ വിളിക്കുക എന്നത് മാത്രമാണ് ഒറ്റ വഴി. ജനങ്ങളോട് രാജ്യത്തിന് വേണ്ടി പോരാടാൻ തയ്യാറാകാൻ ആവശ്യപ്പെടുക എന്നത് മാത്രമാണ് ഏക പോംവഴിയുള്ളത്. രാജ്യത്തിന് വേണ്ടി പോരാടുക എന്ന് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. BBC അടക്കമുള്ള ബ്രിട്ടൻ മാധ്യമങ്ങൾ ജനങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പുടിന്റെ നടപടികളെ ഭയന്നു തുടങ്ങിയ UK-യെ സംബന്ധിച്ച് മറ്റു മാർഗങ്ങളൊന്നും തന്നെ അവരുടെ മുന്നിൽ നിലവിലില്ല. ഇങ്ങനെ ഒരവസ്ഥ UK-യിൽ സംഭവിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നതും ശ്രദ്ധേയമാണ്. അതായത് വളരെ മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന UK-യിലെ പൗരന്മാർ നിർബന്ധിതരായി സൈനിക സേവനം തിരഞ്ഞെടുക്കുമോ, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ അവർ രാജ്യം വിടുമോ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. UK റഷ്യയുമായി യുദ്ധം ആരംഭിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആഗോള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. റഷ്യയും UK-യും ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിനാൽ യുദ്ധം ആണവ തലത്തിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇത് മനുഷ്യരാശിക്ക് വലിയ അപകടമാണ്. ആ സത്യം നമുക്ക് അറിയാവുന്നതുമാണ്. രണ്ടാമത്തത് സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. യുദ്ധം ആഗോള സാമ്പത്തിക വിപണികളെ കാര്യമായി ബാധിക്കും. ഇന്ധനവില വർദ്ധിക്കും, വിതരണ ശൃംഖലകൾ തകരും. ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പോലും ബാധിക്കും. അതായത് നമ്മുടെ അടുക്കളയിൽ പോലും യുദ്ധം പ്രതിഫലിച്ചു തുടങ്ങും. മൂന്നാമത്തത് മാനസിക പ്രതിസന്ധിയാണ്. യുദ്ധം ലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റും. മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സമാധാനപരമായ പരിഹാരങ്ങളാണ് നമുക്കിതിനുള്ള ഏക മാർഗം. റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ പരിഗണിച്ച് സമാധാനപരമായ സംഭാഷണങ്ങൾ നടത്തുക അനിവാര്യമാണ്. UK ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയുടെ താൽപര്യങ്ങൾ മനസ്സിലാക്കി സമാധാനപരമായ സമീപനം സ്വീകരിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്, UK-യും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ അത് മഹായുദ്ധം, അതായത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തപ്പെടാം. അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ ഗൗരവമുള്ളത് തന്നെയാണ്. ഇത് ഒരു ആണവ യുദ്ധത്തിലേക്ക് വരെ നയിക്കാമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ UK റഷ്യയുമായി നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതേസമയം ഉക്രൈന് സൈനിക സഹായം നൽകുന്നതിലൂടെ UK-യുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ വർദ്ധിച്ചു വരികയാണ്. റഷ്യൻ പ്രതിനിധികൾ ഈ സഹായങ്ങളെ യുദ്ധത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തമായി വിശേഷിപ്പിക്കുന്നുമുണ്ട്. UK, ഫ്രാൻസ് എന്നിവയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കോയിലേഷൻ ഓഫ് ദ വില്ലിംഗ് എന്ന കൂട്ടായ്മ യുക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നതിനും സമാധാന ശ്രമങ്ങൾക്കായി സൈനിക പിന്തുണ നൽകുന്നതിനും തയ്യാറുമാണ്. മുൻ ബ്രിട്ടീഷ് സൈനിക മേധാവി ജനറൽ സർ മൈക്ക് ജാക്സൺ ഉക്രൈനിലെ സംഘർഷം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാനാകില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് ആണവ ആയുധങ്ങളുടെ ഉപയോഗ സാധ്യതയുൾപ്പെടെ ഗൗരവകരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. മറ്റൊരു വശത്ത് യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് എന്ന ചിന്താവേദിയിലെ ഹ്യൂ ലാവറ്റ് നിലവിൽ സംഘർഷങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്തതിനാൽ 3ാം ലോക മഹായുദ്ധം ഉടൻ സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 3ാം ലോക മഹായുദ്ധം സംഭവിക്കാനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാനാകില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.